നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൾസ് ക്ലിക്സ്. ചൈനയിൽ നിന്ന് വാഹനങ്ങളൊക്കെ ലോഡ് ചെയ്ത് സൗദി അറേബ്യയിലെ തുറമുഖം ലക്ഷ്യമാക്കി നമ്മുടെ കപ്പൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള സ്ഥലമായ സിംഗപ്പൂർ കൂടിയാണ് കപ്പൽ പോകുന്നത്. ഇപ്പോൾ കപ്പലിന് ഓടാൻ ആവശ്യമുള്ള ഇന്ധനം നിറയ്ക്കാനായിട്ട് സിംഗപ്പൂർ കമ്പനി അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിംഗപ്പൂർ എത്തിയപ്പോഴത്തേക്കും കപ്പൽ സ്ലോ ആക്കി, പൈലറ്റ് കയറി വന്നു. ഇപ്പം നമുക്ക് തുറമുഖത്തിൻ്റെ അകത്തേക്ക് കയറേണ്ട ആവശ്യമില്ല, ഇന്ധനം നിറയ്ക്കാനായിട്ട് അതിൻ്റെ പുറത്തായിട്ട് നങ്കൂറ് വിട്ടാൽ മതി. അപ്പം ഇവിടെ വളരെ ഇടകുറവായതുകൊണ്ട് തന്നെ ആണ് ഈ പൈലറ്റിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ നങ്കൂറ് ഇടുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ കപ്പലുകൾ അവിടെ ഇങ്ങനെ ഇന്ധനം നിറയ്ക്കാനും തുറമുഖത്തേക്ക് കയറാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നങ്കൂരത്തിൽ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ കപ്പലെത്തിയ ഉടനെ തന്നെ ഒരു ബങ്കർ ബാർജ് വന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 200 ടണ്ണ് ഡീസലാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വായു മലിനീകരണം കുറയ്ക്കാനായിട്ട് ചില തുറമുഖങ്ങളുടെ അതിർത്തിയിൽ എത്തുന്നതിന് മുമ്പായിട്ട് അവരുടെ നിയമപ്രകാരം 0.1% സൾഫറിൽ താഴെയുള്ള ഇന്ധനം ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മളിപ്പം ഇവിടെ കുറച്ച് ഡീസൽ എടുക്കുന്നത്. രാത്രിയോടുകൂടി ഡീസലൊക്കെ എടുത്ത് ആ ബാർജ് അതിൻ്റെ വഴിക്ക് പോയി. ബാർജ് പോയി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കപ്പലിന് ഹെവി ഓയിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു ബാർജ് വന്നിട്ടുണ്ട്. അപ്പം രാത്രിയോടുകൂടി കപ്പലിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പം നമ്മുടെ കപ്പലിൻ്റെ ഡെക്കിലെ സ്റ്റാഫ് ആ ഒരു ബാർജിൽ നിന്നുള്ള കയറെടുത്ത് കപ്പലിൽ കെട്ടിവെച്ചു. അപ്പോൾ അത് അവർ ടൈറ്റ് ചെയ്ത് കപ്പലിനോട് ചേർന്ന് നിന്നു. അതിനുശേഷം എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ഇന്ധനം അടിക്കാനുള്ള ഹോസ് ആ ബാർജിൽ നിന്ന് ക്രെയിൻ്റെ സഹായത്തോടെ മേടിച്ച് കപ്പലുമായിട്ടുള്ള മാനിഫോൾഡിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2100 ടണ്ണ് ഫ്യൂലാണ് നമ്മൾ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഏകദേശം 7 മണിക്കൂറോളം പമ്പിങ് ടൈം ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ധനം അടിക്കുന്ന സമയത്ത് ബങ്കർ മാനിഫോൾഡിൽ കപ്പലിലെ സ്റ്റാഫ് ഫുൾ ടൈം നിൽപ്പുണ്ട്. എന്തെങ്കിലും ലീക്കേജോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇന്ധനം അടിക്കുന്ന പ്രക്രിയ നിർത്താൻ പറയേണ്ടതുണ്ട്. ചീഫ് എഞ്ചിനീയർ കൺട്രോൾ റൂമിലും 4th എഞ്ചിനീയർ ടാങ്കിൽ എത്രമാത്രം അളവ് വന്ന് എന്നുള്ള കാര്യങ്ങളും ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അടുത്ത ദിവസം രാവിലെയോടുകൂടി ഇന്ധനമെല്ലാം അടിച്ചു കഴിഞ്ഞു. നമ്മൾ ആവശ്യപ്പെട്ട അളവിലുള്ള ഇന്ധനമെല്ലാം ടാങ്കിൽ വന്നെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അവരെ പറഞ്ഞു വിട്ടു. അടുത്തതായിട്ട് നമുക്ക് പൈലറ്റിൻ്റെ സഹായത്തോടുകൂടി വേണം ഈ സിംഗപ്പൂരിൻ്റെ തിരക്കേറിയ സ്ഥലത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ. അങ്ങനെ പൈലറ്റ് വന്നു. അപ്പോൾ ചീഫ് ഓഫീസറിൻ്റെ നേതൃത്വത്തിൽ കപ്പലിൻ്റെ മുൻവശത്ത് നിന്ന് നങ്കൂരം പൊക്കി. കപ്പലിനെ തിരിച്ച ഉടനെ പൈലറ്റ് ഇറങ്ങിപ്പോയി. അടുത്ത തുറമുഖം ലക്ഷ്യമാക്കി യാത്ര തുറന്നുകൊണ്ടേയിരുന്നു. എന്താ സാറേ പരിപാടി? സാറേ മോട്ടറിന്റെ ഹെൽത്ത് ഒന്ന് നോക്കുമായിരുന്നു. എന്താ സാറേ? ഒന്നുമില്ല, നമ്മള് ഒരു മാസം കഷ്ടിച്ചോടാനുള്ള ഇന്ധനം നമ്മൾ ഇന്നലെ എടുത്തല്ലോ. അതെ, അപ്പം അത് ഉപയോഗിച്ച് തുടങ്ങിയെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. അതെന്ത് ചോദ്യാ സാറേ? അതെങ്ങനെ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? നമ്മൾ അത് ശരിയാന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ പെട്രോൾ പമ്പിൽ ചെന്നിട്ട് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അടിച്ചിട്ട് നമ്മളതങ്ങ് ഉപയോഗിച്ച് പോകുന്നു. അതെ, അതുപോലെയൊക്കെ തന്നെയാണ് കപ്പലിലെ കാര്യം എന്നാണ് നമ്മുടെ പ്രേക്ഷകരുടെ ഒരു ഇത്. എന്നാ സംഭവം എന്നൊന്ന് പറഞ്ഞു തരാൻ. എനിക്കറിയാം നേരിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പൊ അതിന്റെ കാര്യം ഒന്ന് വിശദീകരിച്ചു കൊടുത്താൽ മതി, നമ്മുടെ ഇന്ധനത്തിനെ പറ്റി. ശരി ഓക്കെ. അത് നമ്മളിവിടെ കപ്പലില് ഓയിൽ എടുക്കുന്നതിനെ ബങ്കറിങ് ഓപ്പറേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബങ്കറിങ്ങിന് നമ്മൾ എടുക്കുന്നത് ഹെവി ഓയിലും ഡീസൽ ഓയിലും ഒക്കെയാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് നേരെ അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിനകത്ത് ഇഷ്ടം പോലെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ഹെവി ഓയിൽ ഏകദേശം കരി ഓയിലൊക്കെ പോലെ കറുന്നിരിക്കുന്ന വൃത്തികെട്ട ഓയിലാണ്. അത് നമ്മൾ എന്തെങ്കിലും ഒരു പ്യൂരിഫിക്കേഷൻ ചെയ്യാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എഞ്ചിന്റെ പരിപ്പളവ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇഷ്ടംപോലെ പ്രൊസീജിയേഴ്സ് ഉണ്ട് നമുക്ക് കപ്പലില്. അതിന്റെ പേരാണ് ഈ പ്യൂരിഫിക്കേഷൻ, സെറ്റിലിംഗ്, പ്യൂരിഫിക്കേഷൻ എന്നൊക്കെ. സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ആയിക്കോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബങ്കറിംഗ് ആണ് ഓപ്പറേഷൻ. നമ്മൾ ഇന്നലെ കണ്ടു. അതെ, നമ്മൾ ബങ്കറിംഗ് കഴിഞ്ഞു. വീഡിയോ എടുത്തല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ എടുക്കുകയാണ് ബങ്കർ. സ്റ്റോറേജ് ടാങ്കിൽ നമ്മൾ ബങ്കർ എടുത്തു. അത് നമ്മൾ പമ്പ് വെച്ചിട്ട് നമ്മൾ സെറ്റിലിംഗ് ടാങ്കിലേക്ക് കൊണ്ടുവരാണ്. ഈ സെറ്റിലിംഗ് ടാങ്കിൽ ആദ്യം നടക്കുന്നത് അതിനകത്ത് ഈ ഉള്ള എന്തെങ്കിലും ഉള്ള വെള്ളവും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ഡ്രെയിൻ ചെയ്ത് അങ്ങോട്ട് കളയും. അപ്പൊ അതങ്ങനെ ഇരിക്കുകയാണ്, സെറ്റിൽ ഡൗൺ ആവും. പേര് പോലെ തന്നെ സെറ്റിൽ ഡൗൺ ആവുന്ന ഒരു ടാങ്ക്. ഒരു പ്യൂരിഫയർ എന്ന് പറഞ്ഞിട്ട് ഒരു എക്യുപ്മെന്റ് ഉണ്ട്. അത് പ്യൂരിഫയറിനകത്ത് അതിങ്ങനെ കിടന്ന് കറങ്ങും, ഫ്യൂവൽ കിടന്ന് കറങ്ങും. അപ്പൊ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. അപ്പൊ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടും ഹെവിയർ ആയിട്ടുള്ള പാർട്ടിക്കൽസ് വെളിയിലോട്ട് പോകും. അപ്പോ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഹെവിയർ ആയതുകൊണ്ട് അതെല്ലാം വെളിയിലേക്ക് പോകും. വെള്ളം ഫ്യൂവലിനേലും അത് പറഞ്ഞ പോലെ ഫ്യൂവലിനേലും ഡെൻസിറ്റി കൂടിയതാണ് വെള്ളത്തിന്. അപ്പൊ ഫ്യൂവൽ അകത്തിരിക്കുകയും വെള്ളം പുറത്തോട്ട് പോവുകയും ചെയ്യും. അപ്പൊ ഈ വെള്ളം തള്ളി വെളിയിലോട്ട്. അപ്പൊ ഇത് നമ്മൾ പ്യൂരിഫിക്കേഷൻ എന്ന് പറയും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സർവീസ് ടാങ്കിലേക്ക് ഇടുകയാണ്. ഈ സർവീസ് ടാങ്കിൽ നിന്നുള്ള ഫ്യൂവലാണ് നമ്മൾ ചൂടാക്കി നമ്മൾ സർവീസ് ടാങ്ക് എന്ന് പറയാൻ നമ്മുടെ വണ്ടികളുടെ പെട്രോൾ ടാങ്ക് അല്ലെങ്കിൽ ഡീസൽ ടാങ്ക് എന്ന് പറയാൻ പറ്റുമോ? അയ്യോ അല്ലല്ല, നമുക്കിവിടെ നല്ല കൺസംഷൻ ഉണ്ടല്ലോ, സാറിന് അറിയാലോ. ഓക്കെ. അപ്പോ ഇവിടെ നമുക്ക് ഉള്ളത് 54
ക്യൂബിക് മീറ്റർ കപ്പാസിറ്റി ഉള്ള വലിയ വലിയ ടാങ്കുകളാണ് ഉള്ളത്. അപ്പൊ അതിനകത്തേക്കാണ് നമ്മൾ ഈ പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞ അങ്ങോട്ട് പോകുന്നു. അതെ. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മൾ ഈ ഡീസലും പെട്രോളും പോലെ അങ്ങനെ തന്നെ അല്ല ഉപയോഗിക്കുന്നത്. ഇതിനെ നല്ലോണം ചൂടാക്കണം. നമ്മളിപ്പോ ഏകദേശം 127 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കിയതിന് ശേഷമാണ് ഈ ഫ്യൂവല് നമ്മൾ ഉപയോഗിക്കണം. അപ്പോഴാണ് അത് എഞ്ചിനകത്തേക്ക് പോളൂ. പമ്പിന് എടുക്കാനുള്ള കപ്പാസിറ്റി വേണ്ടേ, അല്ലെങ്കിൽ അത് ഒട്ടും ഉപയോഗിക്കാൻ പറ്റില്ല. ടാറ് പോലെ അത് അങ്ങനെ കിടക്കും. നിലത്തങ്ങ വീണ തുടക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 പേര് വേണം. അത്ര പണിയാ അത്. അപ്പോൾ അത് നമ്മൾ സർവീസ് ടാങ്കിലേക്ക് ഇത്രയും 90 ഡിഗ്രിയിൽ ചൂടൽ നമ്മൾ ഒഴിച്ചു വെച്ചു. 90-98 ഡിഗ്രിയിൽ ഈ സാധനം നമ്മൾ പിന്നെ ഒരു പമ്പ് വഴി എടുക്കുകയാണ്. ഈ പമ്പ് ഒരു ഹീറ്ററിനകത്ത് കൂടെ പോകും. അത് ചൂടാക്കുന്ന അത് സ്റ്റീം വെച്ചിട്ടാണ് അതിനെ ചൂടാക്കുന്നത്. നമുക്ക് ഇലക്ട്രിക് ഹീറ്റേഴ്സ് ഒന്നുമില്ല, സ്റ്റീം വെച്ചിട്ട് തന്നെയാണ് ചൂടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ബോയിലറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സ്റ്റീം ഉണ്ടാക്കാൻ. അത് ചൂടായത് നമ്മൾ നേരെ എഞ്ചിനകത്തേക്ക് വേറൊരു ഫിൽറ്ററിംഗ് യൂണിറ്റിൽ കൂടെ കയറി എഞ്ചിനകത്തോട്ട് കയറും. അതാണ് നമ്മൾ ഇൻജക്ട് ചെയ്തിട്ട് ഓടിക്കുന്നത് കപ്പൽ. ഓക്കെ. അപ്പോൾ നമ്മൾ ഫുൾ സ്പീഡിൽ ഈ കപ്പലിൽ 21 നോട്ട്സ്, അതായത് 21 നോട്ടിക്കൽ മൈൽ പെർ അവർ ആണ് ഈ കപ്പൽ ഫുൾ സ്പീഡിൽ പോകുമ്പോൾ കിട്ടുന്നത്. അപ്പം കിലോമീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ 40 കിലോമീറ്റർ പെർ അവർ ആണ് ഈ കപ്പലിന്റെ മാക്സിമം സ്പീഡ്. അതെ. അപ്പം ഇത്രയും സ്പീഡിൽ കത്തിച്ചു വിടണമെങ്കിൽ എത്ര ഇന്ധനം ആവശ്യമുണ്ട് അതുകൂടെ ഒന്ന് പറഞ്ഞു. ഇഷ്ടം പോലെ നല്ല ചെലവാണ്. ഇപ്പൊ ഈ സാറ് നേരത്തെ പറഞ്ഞ പോലെ കഷ്ടിച്ച് 1 മാസത്തിനുള്ളതേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഇത് എത്ര എടുത്ത് നമ്മൾ 2100 മെട്രിക് ടണ്ണാണ് എടുത്തിരിക്കുന്നത്. അത് കഷ്ടിച്ച് 1 മാസം ഓടാനുള്ളതേ ഉള്ളൂ അത്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ദിവസം ഫുൾ സ്പീഡിൽ പോകാനായിട്ടാണെന്നുണ്ടെങ്കിൽ കൺസംഷൻ വരുന്നത് ഏകദേശം 120 മെട്രിക് ടണ്ണാണ്. ഫുൾ സ്പീഡിൽ പോകുന്നതിന്റെ കാര്യമായി ഫുൾ സ്പീഡിൽ പോകുമ്പോൾ, അതായത് 21 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 120 മെട്രിക് ടൺ കൺസംഷൻ വേണം. അത്രയും എണ്ണ വേണം. അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്തേണ്ട സമയം നോക്കിയിട്ടാണ്, ചുമ്മാ ഫുൾ സ്പീഡിൽ എപ്പോഴും കത്തിച്ച് വിടാറില്ല. നമുക്ക് ആവശ്യമുള്ള ETA, അതായത് എത്തേണ്ട സമയം നോക്കിയിട്ടാണ് നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പം നമ്മൾ മലയാളികളൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏത് വണ്ടി എടുത്താലും 1 ലിറ്ററിന് എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്നാണ് അറിയേണ്ടത്. കപ്പലിന്റെ കണക്ക് ഒരു ദിവസക്കണക്കാണ്, ടൺ കണക്കാണെന്ന് അറിയാം. എന്നാലും നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി 1 ലിറ്ററിന് എത്ര കിലോമീറ്റർ കിട്ടുമെന്ന് പറയാമോ? അത് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ പ്രേക്ഷകർ ചിലപ്പോൾ പറയും, കപ്പൽ വെറുതെ അങ്ങനെ വെള്ളത്തിൽ ഒഴുക്കി വിട്ടാൽ പോരെ, ഇതിൽ കൂടുതൽ മൈലേജ് കിട്ടൂലെന്ന്. എന്നാലും പറഞ്ഞേക്കാം. 1 ലിറ്ററിന് നമുക്ക് 12 മുതൽ 13 മീറ്റർ ആണ് നീങ്ങോളൂ. 1 ലിറ്ററിന് 12 തുടങ്ങി 13 മീറ്റർ മാത്രമാണ് കപ്പൽ നീങ്ങത്തുള്ളൂ. അതാണ് ഇവിടുത്തെ മൈലേജ്. അപ്പൊ എല്ലാവർക്കും സന്തോഷമായെന്ന് വിശ്വസിക്കുന്നു. കാരണം എല്ലാരും ഒരു വണ്ടി മേടിക്കുമ്പം മൈലേജ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഇത്രയും ഭയങ്കരമായ മൈലേജ് ഉള്ള കപ്പലാണ് നമ്മൾ ഓടിക്കുന്നതെന്ന് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചതിൽ വളരെ സന്തോഷം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.